GST നടപ്പാക്കിയതോടെ സംസ്ഥാനത്ത് ഇറച്ചിക്കോഴിക്ക് വൻ വിലവർധനയാണ് ഉണ്ടായത്. GST നടപ്പാക്കുമ്പോൾ കോഴിയിറച്ചിക്ക് വില കുറയുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും വില കുറയാത്തത് ജനരോഷത്തിന് കാരണമായിരുന്നു. വിലവർധനയുടെ പേരിൽ ചെറുകിട കച്ചവടക്കാർ ഏറെ പഴി കേൾക്കേണ്ടി വന്നു. എന്നാൽ ഈ വിലവർധന തങ്ങൾ സൃഷ്ടിച്ചതല്ലെന്നാണ് ചെറുകിട കച്ചവടക്കാരുടെ നിലപാട്. വൻകിട കോഴിക്കച്ചവടക്കാർ തമിഴ്നാട് ലോബിയുമായി ചേർന്നാണ് വില വർദ്ധിപ്പിച്ചതെന്നാണ് ഇവരുടെ ആരോപണം. കോഴിക്ക് കൃത്രിമക്ഷാമം സൃഷ്ടിച്ചാണ് വൻകിടക്കാർ വില വർദ്ധിപ്പിച്ചതെന്നും ഇവർ ആരോപിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ 30 രൂപ മുതൽ 50 രൂപ വരെ വിലവർധനയാണ് 1 കിലോ കോഴിയിറച്ചിക്കുണ്ടായത്. 64 രൂപ വിലയുണ്ടായിരുന്ന കോഴിക്കുഞ്ഞിന്റെ വില 30 രൂപയിൽ എത്തി നിൽക്കുകയുണ്ടായ വിലവർധന കൃത്രിമമാണെന്നും ചെറുകിടക്കാർ ആരോപിക്കുന്നു. GST വരുന്നതോടുകൂടി കോഴി വില കുറയുമെന്നുള്ള രീതിയിൽ ഞങ്ങൾ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളുകളായി നമ്മുടെ മുമ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനോട് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് GST 1-ാം തീയതി നടപ്പിലാക്കിയെങ്കിൽ ആ 1-ാം തീയതി മുതൽ ഈ പറഞ്ഞ പോലെ തമിഴ്നാട് മാർക്കറ്റിന് കൂടുന്നതിന് ഇരട്ടിയായിട്ട് ശരിക്കും പറഞ്ഞാൽ കേരള മാർക്കറ്റ് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കോഴിവില ക്രമാതീതമായി വർദ്ധിപ്പിച്ച വൻകിടക്കാരുടെ നടപടിക്കെതിരെ ഇന്നും നാളെയും ആലപ്പുഴ നഗരത്തിലെ കോഴിക്കടകൾ അടച്ചിട്ട് സൂചനാ പണിമുടക്ക് നടത്തുമെന്ന് വ്യാപാരികൾ പറഞ്ഞു. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.